സീസ്മിക് വേവ്സ്. എർത്ത് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന റേഡിയേഷനുകളാണ് സീസ്മിക് വേവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എർത്ത് വേവ്സ് എന്നും പറയാം നമുക്കിതിനെ. നമുക്കറിയാം എർത്ത് ഉണ്ടാകുന്ന ആ പോയിന്റിനെ, ഒറിജിൻ ഓഫ് എർത്ത് നമുക്ക് ഫോക്കസ് എന്ന് പറയാം. ഫോക്കസിൽ അളവറ്റ ഊർജ്ജമുണ്ടാവും. എർത്ത് ഉണ്ടാകുമ്പോൾ, ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ, റപ്ചർ ഉണ്ടാകുമ്പോൾ ഈ അളവറ്റ ഊർജം സീസ്മിക് വേവ്സായിട്ട് ഭൂമിയിലെ എല്ലാ ഭാഗത്തേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവയാണ് സീസ്മിക് വേവ്സ്. റേഡിയേറ്റഡ് എനർജി ദാറ്റ് പാസസ് ത്രൂ ദ എർത്ത് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ആൻ എർത്ത് ആർ കാൾഡ് സീസ്മിക് വേവ്സ്. എർത്ത് ഉണ്ടാകുന്നതിന് മുമ്പോ ശേഷമോ പുറന്തള്ളപ്പെടുന്ന റേഡിയേറ്റഡ് എനർജിയാണ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബോഡി വേവ്സ്, മറ്റൊന്ന് സർഫസ് വേവ്സ്. ബോഡി വേവ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആന്തരികമായ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള വേവ്സാണ് ബോഡി വേവ്സ്. എന്നാൽ സർഫസ് വേവ്സ് ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ്. ഈ സീസ്മിക് വേവ്സിൻ്റെ ചലനത്തിൽ നിന്നാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട് വിവരം ലഭിക്കുന്നത്. സീസ്മിക് വേവ്സിന് വ്യത്യസ്ത വസ്തുക്കളിൽ വ്യത്യസ്ത സ്പീഡായിരിക്കും. അപ്പോൾ കടന്നു പോകുന്ന വസ്തുക്കളുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവയുടെ സ്പീഡിൽ, സീസ്മിക് വേവ്സിൻ്റെ സ്പീഡിൽ മാറ്റമുണ്ട്. ഈ മാറ്റം തിരിച്ചറിഞ്ഞാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള നിഗമനങ്ങളിലെത്തുന്നത്. എന്താണ് ബോഡി വേവ്സ്? ട്രാവൽ ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ദ ബോഡി ഓഫ് ദ എർത്ത്. ഭൂമിക്കുള്ളിൽ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ബോഡി വേവ്സ്. ബോഡി വേവ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പി വേവ്സ്, മറ്റൊന്ന് എസ് വേവ്സ്. പി വേവ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വേവ്സ്, മറ്റൊരു പേര് കംപ്രഷണൽ വേവ്സ്, മറ്റൊന്ന് ലോങ്ജിറ്റ്യൂഡിനൽ പുഷ് പുൾ വേവ്സ്. പി വേവ്സ് പ്രൈമറി വേവ്സ് എന്ന് വിളിക്കാം, കംപ്രഷണൽ വേവ്സ് എന്ന് വിളിക്കാം, ലോങ്ജിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കാം, പുഷ് പുൾ വേവ്സ് എന്ന് വിളിക്കാം. കംപ്രഷണൽ വേവ്സ് സങ്കോച വേവ്സ് എന്ന് പറയാം. പ്രൈമറി വേവ്സ് എർത്ത് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന തരംഗങ്ങളിൽ സ്പീഡ് കൂടുതലുള്ളതാണ്. പി വേവ്സ് ഫാസ്റ്റസ്റ്റാണ്. സീസ്മിക് വേവ്സ് ആണ് അറൈവ് ഫസ്റ്റ്. സീസ്മിക് സ്റ്റേഷനിൽ സീസ്മിക് വേവ്സ് തിരിച്ചറിയുന്ന സ്ഥലമാണ് സീസ്മിക് സ്റ്റേഷൻ. അപ്പം സീസ്മിക് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നവയിൽ ആദ്യം എത്തുന്നതാണ് പി വേവ്സ്. പി വേവ്സിന് മറ്റുള്ള വേവ്സിനേക്കാൾ സ്പീഡ് കൂടുതലാണ്. അത് സൗണ്ട് വേവ്സിന്, അതിൻ്റെ ചലനം സൗണ്ട് വേവ്സിന് സമാനമാണ്. എസ് വേവ്സ് സെക്കൻഡറി വേവ്സ് സീസ്മിക് സ്റ്റേഷനിൽ രണ്ടാമതെത്തുന്നതാണ്. പി വേവ്സിനെക്കാട്ടിലും സ്പീഡ് കുറവാണ് എസ് വേവ്സിന്. ട്രാൻസ്വേഴ്സിൻ്റെ നേച്ചർ ട്രാൻസ്വേഴ്സിലാണ് അത് കാണപ്പെടുന്നത്. ഷിയർ വേവ്സ് എന്ന് വിളിക്കാറുണ്ട്. 60% സ്പീഡ് ഓഫ് പി വേവ്സ്. പി വേവ്സിൻ്റെ ഏകദേശം പകുതിയിലേറെ 60% സ്പീഡാണ് എസ് വേവ്സിനുള്ളൂ. അറൈവ് സെക്കൻഡ് സീസ്മിക് സ്റ്റേഷനിൽ രണ്ടാമതെത്തുന്നതാണ് എസ് വേവ്സ്. ദ ഡു നോട്ട് ട്രാവൽ ത്രൂ ലിക്വിഡ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ദ്രാവകത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവില്ലാത്തവയാണ്. ബോഡി വേവ്സ് രണ്ട് ടൈപ്പ്, പി വേവ്സ്, എസ് വേവ്സ്. മറ്റൊന്ന് സർഫസ് വേവ്സ്. സർഫസ് വേവ്സ് സ്ലോവസ്റ്റ് ആണ്. അത് താരതമ്യേന സ്പീഡ് വളരെ കുറവാണ്. ഉപരിതലത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്നവയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കുന്ന തരംഗങ്ങളാണ്. ഇത് രണ്ട് തരമുണ്ട്. ആർ വേവ്സ്, റയലീഫ് വേവ്സ്, മറ്റൊന്ന് എൽ വേവ്സ്, ലവ് വേവ്സ്. ഇത് രണ്ടും ഷിയർ വേവ്സിന് സമാനമാണ്. റയലീഫ് വേവ്സ് ഷിയർ വേവ്സിന് സമാനമാണ്. ഷിയർ വേവ്സ് തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ഷിയർ വേവ്സ് ആണ്. ദ ഗ്രൗണ്ട് മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ എ റിട്രോഗ്രേഡ് എലിപ്റ്റിക്കൽ മോഷൻ ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. താഴത്തേക്ക് മുകളിലുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേവ്സാണ്
റയലിഫ് വേവ്സ്. അടുത്തത് എൽ വേവ്സ്. ലവ് വേവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഷിയർ വേവ്സിന് സമാനമാണ്. ഇതൊരു സർഫസ് വേവ്സ് ആണ്. സ്പീഡ് കുറവാണ്. ദ ഗ്രൗണ്ട് ടു മൂവ് സൈഡ് ടു സൈഡ് ഇൻ എൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഏകദേശം ജന്തുക്കളായ പാമ്പുകൾ സഞ്ചരിക്കുന്ന രീതിയിലാണ് ഈ എൽ വേവ്സ് സഞ്ചരിക്കുക. അത് ഷിയർ വേവ്സ് ആണ്. ആർ വേവ്സും ഷിയർ വേവ്സിന് സമാനമാണ്. അത് എലിപ്റ്റിക്കൽ മോഷനിൽ അപ്പ് ആൻഡ് ഡൗൺ എന്ന രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 2 തരത്തിലുള്ള വേവ്സ്, ബോഡി വേവ്സ്, മറ്റൊന്ന് സർഫസ് വേവ്സ്. സീസ്മിക് വേവ്സിൻ്റെ ഒരു അനിമേഷൻ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. സീസ്മിക് വേവ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സീസ്മോളജി എന്നൊക്കെ പറയാം നമുക്ക്. സീസ്മിക് വേവ്സ് എർത്തിക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വരുന്ന വേവ്സാണ്. ഈ വേവ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന സ്റ്റേഷനാണ് സീസ്മിക് സ്റ്റേഷൻ. അതിനുള്ള ഉപകരണമാണ് സിസ്മോഗ്രാഫ് എന്ന് പറയും. ഇപ്പോൾ സിസ്മോഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിസ്മോ വേവ്സ് അളക്കുന്നത്. സിസ്മോഗ്രാഫ് ആൻഡ് സിസ്മോഗ്രാം. A seismograph is an instrument used to record the vibrations produced during an earthquake, and the resulting graph that shows the vibrations is called a seismogram. സിസ്മോഗ്രാഫിൽ നിന്നും ലഭിക്കുന്ന റിസൾട്ടിനെ നമുക്ക് സിസ്മോഗ്രാം എന്ന് വിളിക്കാം. അത് ഗ്രാഫ് രൂപത്തിലോ പ്രിൻ്റഡ് ആയിട്ടോ നമുക്ക് സിസ്മോഗ്രാഫിൽ നിന്ന് ലഭിക്കും. സിസ്മോഗ്രാഫ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് സിസ്മോഗ്രാം. അതിൻ്റെ ചിത്രം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു അനിമേഷനാണ് ഇപ്പോൾ കാണുന്നത്. എർത്ത്ക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന റേഡിയേഷനെ റെക്കോർഡ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റാണ് സിസ്മോഗ്രാഫ്. സിസ്മോഗ്രാഫ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു റെക്കോർഡ് ദ വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ആൻ എർത്ത്ക്വേക്സ്. എർത്ത്ക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വൈബ്രേഷനെ, സിസ്മിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റിനെ, ഉപകരണത്തെ സിസ്മോഗ്രാഫ് എന്ന് പറയും. ഇതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടിനെ ആൻഡ് ദ റിസൾട്ടിംഗ് ഗ്രാഫ് ദാറ്റ് ഷോസ് ദ വൈബ്രേഷൻസ് ഈസ് കാൾഡ് സിസ്മോഗ്രാം. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ, അതൊരു പക്ഷേ ഒരു ഗ്രാഫ് ആവാം, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ പ്രിൻ്റ് ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ തെളിഞ്ഞു കാണലാവാം. ഇങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ സിസ്മോഗ്രാം എന്നും വിളിക്കാം. ഗ്രാഫിൻ്റെ ചിത്രം പുസ്തകത്തിലുണ്ട്, അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. സീസ്മിക് വേവ്സ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ സിസ്മോഗ്രാഫ് എന്ന് വിളിക്കാം. സിസ്മോഗ്രാഫിൽ നിന്ന് ലഭിക്കുന്ന റെക്കോർഡുകളെ സിസ്മോഗ്രാം എന്നും വിളിക്കുന്നു. ഇതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചിത്രമാണ് പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണം പറയാം. ഒരു ഭാരമുള്ള, നല്ല ഹെവി ആയിട്ടുള്ള, നല്ല ഭാരമുള്ള ഒരു പെൻഡുലത്തെ ഒരു ലോഹ നൂലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സിസ്മോഗ്രാഫിൻ്റെ സ്റ്റാൻഡ് ഉറപ്പുള്ള പ്രതലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സിസ്മോഗ്രാഫിൻ്റെ സ്റ്റാൻഡ് എന്ന് കണ്ടിട്ടുണ്ടാവും. അത് ഒരു നല്ല ഉറപ്പുള്ള ഒരു ബെഡ് റോക്കിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പെൻഡുലുണ്ടാവും. ആ പെൻഡുലത്തിൻ്റെ അറ്റത്ത് ഒരു ലോഹ ഗോളം ഉണ്ടാവും. അത് നല്ല വെയിറ്റ് ഉള്ളതാണ്, നല്ല ഭാരമുള്ളതാണ്. അത് ലോഹ നൂലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പെൻഡുലത്തിന് മുന്നിലായി ഒരു ഡ്രം ഘടിപ്പിച്ചിട്ടുണ്ട്. പെൻഡുലത്തിന് മുന്നിലായിട്ട് ഒരു ഡ്രമ്മുണ്ട്. പെൻഡുലത്തിൻ്റെ ഉണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കാനായി പേന ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിനോട് അടുത്ത് തന്നെ ഒരു പേന ഘടിപ്പിച്ചിട്ടുണ്ട്. പേനയുടെ അറ്റം രേഖപ്പെടുത്താനായി ഒരു പേപ്പർ ഘടിപ്പിച്ചിരിക്കുന്നു. പേനയുടെ അറ്റത്ത് ഒരു പേപ്പർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറിനോട് തൊട്ടിട്ട് ഒരു പേന ഇരിക്കുന്നുണ്ട്. പേനോട് തൊട്ടിട്ട് ഒരു പെൻഡുലുണ്ടാവും. തൊട്ടിട്ടൊരു ഡ്രമ്മുണ്ട്. ഇതെല്ലാം ഒരു ലോഹ നൂലിൽ നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എർത്ത്ക്വേക്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രസ്റ്റിൽ വൈബ്രേഷൻ ഉണ്ടാവും, ഉപരിതലത്തിൽ വൈബ്രേഷൻ ഉണ്ടാവും. ഈ വൈബ്രേഷൻ സീസ്മിക് വേവ്സ് എന്ന പേരിൽ നമ്മുടെ അടുത്തേക്ക് വരും. ഈ വൈബ്രേഷൻ പെൻഡുലത്തെ ചലിപ്പിക്കില്ലെങ്കിലും അതിൻ്റെ ഇനേർഷ്യ മൂലം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ജഡത്വം മൂലം ഈ ഭാരമുള്ള പെൻഡുലത്തെ ചലിപ്പിക്കില്ലെങ്കിലും അത് തൊട്ടടുത്തിരിക്കുന്ന ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു.
വളരെ വെയിറ്റ് ഉള്ളതാണ്, അതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, അതിനൊരു ജഡത്വം ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും എർത്ത് ക്വേക്സ് ഉണ്ടാകുമ്പോൾ വരുന്ന തരംഗങ്ങൾ ഈ പെൻഡുലത്തിലെത്തുന്നു. ആ പെൻഡുലം കമ്പനം ചെയ്യുന്നു, തൊട്ടടുത്തിരിക്കുന്ന ഡ്രമ്മിനെ കമ്പനം ചെയ്യിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന പേന വൈബ്രേഷൻസ് വരുന്നു. ആ പേന വൈബ്രേഷൻസ് പേപ്പറിലേക്ക് അത് പകർത്തുന്നു. അങ്ങനെ എർത്ത് ക്വേക്സ് ഉണ്ടായതിൻ്റെ ഒരു റീഡിങ് നമ്മുടെ പേപ്പറിൽ രേഖപ്പെടുത്തുന്നു. പേപ്പറിനോട് തൊട്ടടുത്തിരിക്കുന്ന പേനയോട് തൊട്ടടുത്തിരിക്കുന്ന ഈ പെൻഡുലം. അങ്ങനെ എർത്ത് ക്വേക്സ് എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വത്തിൻ്റെ ഫലമായിട്ട് ഭാരമുള്ള പെൻഡുലത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഡ്രമ്മ് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലം അനുസരിച്ചിട്ട് പേന കമ്പനം ചെയ്യുന്നു. പേനയോട് തൊട്ടിരിക്കുന്ന പേപ്പറിലേക്ക് ഇത് പകർത്തപ്പെടുന്നു. അങ്ങനെ എർത്ത് വേവ്സിൻ്റെ ശക്തിക്കനുസരിച്ച് പേപ്പറിൽ വിവിധ അടയാളങ്ങൾ ഉണ്ടാകുന്നു. ഈ അടയാളങ്ങൾ നോക്കി അല്ലെങ്കിൽ ഈ രേഖപ്പെടുത്തലുകൾ നോക്കി എത്ര ശക്തിയുള്ള സിസ്മിക് വേവ്സ് ആണെന്നും എത്ര ശക്തിയുള്ള എർത്ത് ക്വേക്സ് ആണെന്നും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സൈസ് ഓഫ് ആൻ എർത്ത് ക്വേക്സ്. ഒരു എർത്ത് ക്വേക്സിൻ്റെ സൈസ് അല്ലെങ്കിൽ എത്ര ശക്തിയുള്ളതാണ് എർത്ത് ക്വേക്സ്, എത്ര വലുതാണ് എർത്ത് ക്വേക്സ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? എർത്ത് ക്വേക്സിൻ്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ടേംസ് നമുക്ക് മനസ്സിലായേ പറ്റൂ. സൈസ് ഓഫ് ആൻ എർത്ത് ക്വേക്സ് പറയണമെങ്കിൽ നമുക്ക് എർത്ത് ക്വേക്സുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് മാഗ്നിറ്റ്യൂഡ് ഒന്ന്, മറ്റൊന്ന് ഇൻറ്റൻസിറ്റി. എന്താണ് മാഗ്നിറ്റ്യൂഡ്? ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ബൈ ദ എർത്ത് ക്വേക്സ്. ഒരു എർത്ത് ക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ്, ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഡ്യൂറിങ് എൻ എർത്ത് ക്വേക്സ്. ഒരു എർത്ത് ക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് അളക്കുന്ന സ്കെയിലാണ് റിച്ചർ സ്കെയിൽ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് ഹൗ മച്ച് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഡാമേജ് ദ ക്വേക്ക് ഹാസ് കോസ്റ്റ്. ഒരു എർത്ത് ക്വേക്സ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ്റെ ഫലമായിട്ട് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതിൻ്റെ ഒരു വിവരണമാണ്, അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇൻറ്റൻസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു അതിശക്തമായിട്ടുള്ള മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് ക്വേക്സ് ഒരു സ്ഥലത്ത് ഉണ്ടായി എന്ന് വിചാരിക്കുക. അത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ അപകട സാധ്യത നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യരാരുമില്ലാത്ത, ജീവജാലങ്ങളൊന്നുമില്ലാത്ത ഒരു ഡെസേർട്ടിലാണ്, ഒരു മണലുള്ള പ്രദേശത്താണ്, ഒരു മരുഭൂമിയിലാണ് ഒരു എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നതെങ്കിൽ അത് റിച്ചർ സ്കെയിലിൽ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ വളരെ ഉയർന്ന നിരക്കിലാണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്കത് ഒരു അപകടമായി തോന്നണമെന്നില്ല. കാരണം അവിടെ മനുഷ്യരില്ല, അവിടെ ജീവജാലങ്ങളില്ല. അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ അളവ് വളരെ 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 കുറവായിരിക്കും. അതേസമയം മാഗ്നിറ്റ്യൂഡ് വളരെ കുറവ്, ഒരു 5 അല്ലെങ്കിൽ 6 റിച്ചർ സ്കെയിലിലുള്ള മാഗ്നിറ്റ്യൂഡ് അത്രയ്ക്ക് കുറവുള്ള, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറഞ്ഞാൽ 9, 8, 9, 9.5 ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ 5 ഒക്കെ താരതമ്യേന കുറവുള്ള മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ക്വേക്സ് ആണ്. അപ്പോൾ 5 അല്ലെങ്കിൽ 6 ഒക്കെയുള്ള എർത്ത് ക്വേക്സ്, റിച്ചർ സ്കെയിലിൽ കാണുന്ന എർത്ത് ക്വേക്സ് നമ്മുടെ ബോംബെ നഗരത്തിലുണ്ടായി എന്ന് വിചാരിക്കുക. അവിടെ ഉണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കും. മനുഷ്യർ, ജീവജാലങ്ങൾ, കെട്ടിടങ്ങളൊക്കെ കൂടുതലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലാണ് അതുണ്ടായത്. അത് ഭയങ്കര അപകടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷനാണ്. അതേസമയം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി, എത്ര എനർജിയാണ് പുറന്തള്ളപ്പെടുന്നത്, ആ എനർജിയുടെ അളവാണ് മാഗ്നിറ്റ്യൂഡ്. എർത്ത് ക്വേക്സ് ഉണ്ടാകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന ഊർജത്തിൻ്റെ അളവാണ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് സ്കെയിലിനെ നമുക്ക് റിച്ചർ സ്കെയിൽ എന്ന് വിളിക്കാം. സീസ്മിക് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ അടിസ്ഥാനമാക്കിയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് അളക്കാൻ ഉപയോഗിക്കുന്ന തോതിനെ നമുക്ക് റിച്ചർ സ്കെയിൽ എന്ന് വിളിക്കാം.
റിച്ചർ സ്കെയിലിലെ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ എന്നും വിളിക്കുന്നു. ഇതൊരു ലോഗരിതമിക് സ്കെയിലാണ്, ഒരു ലോഗരിതമിക് ആയിട്ടുള്ള ഒരു അളവാണ്. റിച്ചർ സ്കെയിലിൽ ഒരു യൂണിറ്റ് വർദ്ധിക്കുന്നു എന്നതിനർത്ഥം സീസ്മിക് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നതാണ്. അതായത് 31 മടങ്ങ് അധിക ഊർജം പുറത്തേക്ക് വരുന്നു എന്നാണ് അർത്ഥം. ഇതിൽ 0 മുതൽ 9 വരെയുള്ള മാഗ്നിറ്റ്യൂഡാണ് അളക്കാൻ കഴിയുന്നത്. 0, 0.1, 0.2, 0.3, 0.4, 0.5, 0.6, 0.7, 0.8 അങ്ങനെയൊക്കെ ഉള്ള ഡെസിമൽ സംഖ്യകളായിരിക്കും ഈ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാവുക. ഒറ്റ സംഖ്യകൾ ആവണമെന്ന് നിർബന്ധമില്ല. 1.1, 1.2, 1.5, 2.5, 3.5, 4.8, 5.9, 6.7, 8.8, 9.1 അങ്ങനെ 0 മുതൽ 9 വരെയുള്ള മാഗ്നിറ്റ്യൂഡാണ് സാധാരണഗതിയിൽ നമുക്ക് അളക്കാൻ കഴിയുന്നത്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ രേഖപ്പെടുത്തുന്നത്. അടുത്ത ഇൻറ്റൻസിറ്റി എർത്തിക്വേക്സിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നാശനഷ്ടത്തിൻ്റെയും അവ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും സൂചിപ്പിക്കുന്ന പദമാണിത്. ഇത് നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ഇൻറ്റൻസിറ്റി സ്കെയിലിനെ മെർക്കാലി സ്കെയിൽ എന്ന് വിളിക്കുന്നു. ജനങ്ങൾക്കും ചുറ്റുപാടുകൾക്കും എത്രത്തോളം നാശം വരുത്തി എന്നറിയാനാണ് ഇത് സഹായിക്കുന്നത്. ഇത് 1 മുതൽ 12 വരെയുള്ള റോമൻ സംഖ്യകളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി സ്കെയിലിന് ഉദാഹരണമാണ് മെർക്കാലി സ്കെയിലിൻ്റെയും റിച്ചർ സ്കെയിലിൻ്റെയും ഒരു വിശദീകരണം നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇൻറ്റൻസിറ്റി സ്കെയിൽ 1 എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്ന ഭൂമിയിലുണ്ടാകുന്ന എഫക്റ്റ് പീപ്പിൾ ഡു നോട്ട് ഫീൽ എനി എർത്തിക്വേക്സ്. ചിലപ്പോൾ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ഫീലും നമുക്ക് കാണപ്പെടുന്നില്ല. അപ്പോൾ ആ സമയത്ത് റിച്ചർ സ്കെയിൽ 3.4 റിച്ചർ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻറ്റൻസിറ്റി 2 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എ ഫ്യൂ പീപ്പിൾ നോട്ടീസ്, കുറച്ചു പേർക്കൊക്കെ അത് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള റീഡിംഗ് ആണ് 2 എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെർക്കാലി സ്കെയിൽ 3 പീപ്പിൾ ഇൻഡോർസ് ഫീൽ മൂവ്മെൻറ്റ്സ്, വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്കത് പിന്നെന്താ പറയുക, നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയുള്ള ചില പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടാണ് നമ്മളതിന് 3 എന്ന് പറയുന്നത്. 4 പീപ്പിൾ ഇൻഡോർസ് ഫീൽ മൂവ്മെൻറ്റ്സ്, വീടിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്കത് മനസ്സിലാവും. ഒബ്ജക്റ്റ് ഹാങ്ങിങ് ആവും. 5, 6, 7, 8, 9, 10, 11, 12 12ലൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര നാശനഷ്ടങ്ങളുണ്ടാവും. ഒബ്ജക്റ്റ് ത്രോൺ ഇൻ ടു ദ എയർ, ഗ്രൗണ്ട് മൂവ്സ് ഇൻ വേവ്സ് ഓർ റിപ്പിൾസ്, ലാർജ് എമൗണ്ട് ഓഫ് റോക്ക് മേ മൂവ്. അത് 8ൽ താഴെയുള്ള റിച്ചർ സ്കെയിൽ 8ൽ താഴെയായിരിക്കും അത് കാണപ്പെടുന്നത്. ഈ രീതിയിൽ ഉള്ളൊരു ചാർട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതൊന്ന് നോക്കുന്നത് നന്നായി. അടുത്ത് എഫക്ട്സ് ഓഫ് എർത്തിക്വേക്സ് പ്രധാനമായിട്ടുള്ള എഫക്റ്റുകളാണ്. എർത്തിക്വേക്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മോഡിഫിക്കേഷൻ ഓഫ് ജിയോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ മോഡിഫിക്കേഷൻ, ചില ഫീച്ചേഴ്സൊക്കെ മോഡിഫൈ ചെയ്യപ്പെടും എർത്തിക്വേക്സിൻ്റെ ഫലമായിട്ട്. ഡാമേജ് ടു സ്ട്രക്ചേഴ്സ്, ഒരുപാട് സ്ട്രക്ചറിന് നാശനഷ്ടം ഉണ്ടാവും. നമ്മുടെ സംസ്കാരം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് എർത്തിക്വേക്സിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ അഭിമാന സ്തംഭങ്ങളായ പല പ്രദേശങ്ങളും പല സ്മാരകങ്ങളും എർത്തിക്വേക്സ് മൂലം ഒരിക്കലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാം. അതൊക്കെയാണ് ഡാമേജ് ടു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. പാലത്തിന് കേടുപറ്റാം, ബിൽഡിങ്ങിന് കേടുപറ്റാം, സ്കൂളുകൾക്ക് കേടുപറ്റാം, ഓഫീസുകൾക്ക് കേടുപറ്റാം, ടൗൺ ആകെ കൊളാപ്സ് ആവാം, ഗ്രൗണ്ട് റപ്ചർ, ഭൂമിക്ക് വിള്ളൽ സംഭവിക്കാം, സിസ്മിക് സീ വേവ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് സുനാമീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കടലിൽ ഉണ്ടാകുന്ന എർത്ത്ക്വേക്സ് ആണ് സുനാമിക്ക് കാരണം. അതുപോലെ സിയാച്ചസ് എന്ന് പറഞ്ഞാൽ സുനാമിയോ എർത്ത്ക്വേക്സ് മൂലമോ ഉണ്ടാകുന്ന താളാത്മകമായ തരംഗരൂപത്തിലുള്ള ജലം ഉൾക്കടലിലേക്കും കനാലിലേക്കും ലേക്കിലേക്കും കടന്നു വരാറുണ്ട്. ഇവയെ സിയാച്ചസ് എന്ന് പറയുന്നു. സിയാച്ചസ് എന്ന് പറയാം, സേഷുകൾ എന്ന് പറയാം,
പുസ്തകത്തിൽ നമ്മുടെ മലയാളത്തിൽ അതായിട്ട് എഴുതിയിരിക്കുന്ന ശേഷുകൾ എന്ന് പറയാറുണ്ട്. സിയാച്ചസ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അങ്ങനെയും പറയാം. കരബന്ധിതമായ തടാകങ്ങൾ, കനാലുകൾ, ഉൾക്കടലുകൾ എന്നിവയിൽ താളാത്മകമായ ജലചലനത്തിന് ഭൂകമ്പങ്ങളും സുനാമി തിരകളും പ്രേരിതമാകാറുണ്ട്. ഈ ശേഷുകൾ, ഇവയെ ശേഷുകൾ എന്നറിയപ്പെടുന്നു. ശേഷുകൾ എന്ന് പറഞ്ഞാൽ കരബന്ധിതമായ, കരയോട് തൊട്ടിട്ടുള്ള തടാകങ്ങൾ, കനാലുകൾ, ഉൾക്കടലുകൾ എന്നിവയിൽ ഈ സുനാമിയുടെ ഫലമായിട്ടോ ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടോ ഉണ്ടാകുന്ന താളാത്മകമായിട്ടുള്ള ജലത്തിൻ്റെ ആ ഒഴുക്കിനെ പറഞ്ഞ പേരാണ് ശേഷുകൾ. ശേഷുകൾ ഇത്തരത്തിലുള്ള ആന്തോളനങ്ങൾ മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസമോ ഉണ്ടാകാം. അപ്പോൾ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന താളാത്മകമായ ചെറിയ വേവ്സാണ്. ഈ വേവ്സ് തടാകങ്ങൾ, കനാലുകൾ, ഉൾക്കടലുകൾ എന്നിവയ്ക്കുള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ഇത് ചിലപ്പോൾ മണിക്കൂറുകളോ അല്ലെങ്കിൽ 1-2 ദിവസം വരെ ഉണ്ടാവാം. ഇവയെ വിളിക്കുന്ന പേരാണ് ശേഷുകൾ അല്ലെങ്കിൽ സിയാച്ചസ്. കടൽ കമ്പനങ്ങൾ അല്ലെങ്കിൽ സീക്വേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പത്തിൽ നിന്നുള്ള ഭൂകമ്പ തരംഗങ്ങളും അതേ തുടർന്ന് കടൽ തറയിലൂടെ അവയ്ക്ക് അപവർത്തനം സംഭവിച്ചുണ്ടാകുന്ന തരംഗങ്ങളും കടൽ ജലത്തിലൂടെ പൊതുവെ സെക്കൻഡിൽ 1.5 കിലോമീറ്റർ വേഗത്തിൽ കടന്നു പോകുന്നു. അത്തരം തിരകൾ മതിയായ തീവ്രതയോടെ ഒരു കപ്പലിനെ നേരിടുമ്പോൾ കപ്പൽ അന്തർലീനമായ ഒരു വസ്തുവിൽ ഇടിക്കുന്ന പ്രതീതി അനുഭവപ്പെടുന്നതാണ്. ഈ പ്രതിഭാസത്തെ കടൽ കമ്പനം എന്ന് പറയുന്നു. കടൽ കമ്പനങ്ങൾ അല്ലെങ്കിൽ സീക്വേക്സ് എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിൽ നിന്നുള്ള ഭൂകമ്പ തരംഗങ്ങൾ കടൽ തറയിലൂടെ അപവർത്തനം സംഭവിച്ചുണ്ടാകുന്ന തരംഗങ്ങളും കൂടി ചേർന്നിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ വേഗതയിലൂടെ കടൽ തറയിലൂടെ കടന്നു പോകും. ഇത്തരം തിരകൾ അതിതീവ്രതയോടെ ഒരു കപ്പലിനെ നേരിടുകയാണെങ്കിൽ കപ്പൽ അന്തർലീനമായ ഒരു വസ്തുവിൽ ഇടിക്കുന്ന, കപ്പൽ ഏതെങ്കിലും വസ്തുവിൽ ഇടിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഈ ഒരു പ്രതീതിയെ വിളിക്കുന്ന പേരാണ്, പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കടൽ കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ കടൽ കമ്പനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷനാണത്. ശരിക്കും സീക്വേക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂകമ്പത്തിൽ നിന്നും ഉള്ള ഭൂകമ്പ തരംഗങ്ങൾ അതേ തുടർന്ന് കടൽത്തറയിലൂടെ അവയ്ക്ക് അപവർത്തനം സംഭവിച്ചുണ്ടാകുന്ന തരംഗങ്ങളും കടൽ ജലത്തിലൂടെ പൊതുവെ ഏകദേശം 1.5 കിലോമീറ്റർ വേഗത്തിൽ കടന്നു പോകുന്നു. ഇത്തരം തിരകൾ ഒരു കപ്പലിൻ്റെ മുകളിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത് ഒരു വസ്തുവിൽ ഇടിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ആ പ്രതിഭാസത്തെ, ആ അനുഭൂതിയെ, ആ പ്രതിഭാസത്തെ നമുക്ക് കടൽ കമ്പനം എന്ന് വിളിക്കാം. അടുത്ത ലിക്വിഫേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പത്താൽ ഉണ്ടാകുന്ന കുലുക്കം കാരണം ചില ജലപൂരിതമായ അയഞ്ഞ അവസാദങ്ങളുടെ ഭൗതിക സ്വഭാവങ്ങൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ദ്രവീകരണം എന്ന് സൂചിപ്പിക്കുന്നത്. ദ്രവീകരണം അല്ലെങ്കിൽ ലിക്വിഫേഷൻ, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രവർത്തനം. ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ദ്രവീകരണം. ഇത്തരം വസ്തുക്കൾ താഴെ നിലകൊള്ളുന്ന പ്രദേശങ്ങളിൽ ഭൂതലം കുലുങ്ങുന്നത് വഴി അവസാദങ്ങളിലെ തരികൾ തമ്മിലുള്ള പരസ്പര ബന്ധം നഷ്ടമാവുകയും അവ ഒഴുകാൻ പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. ഭൂകമ്പത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ദ്രവീകരണം സംഭവിക്കാം. അതിശക്തമായിട്ടുള്ള ചില എർത്തിക്വേക്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഖരാവസ്ഥയിലുള്ള സെഡിമെൻറ്റ്സ് ദ്രാവകാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് മാറാം. ഈ പ്രതിഭാസത്തെ ലിക്വിഫേഷൻ എന്ന് പറയുന്നു. പിന്നെ എർത്തിക്വേക്സിന് ശേഷം ചില ഷോക്സ് ഉണ്ടാകാം, അതാണ് ആഫ്റ്റർ ഷോക്സ് എന്ന് പറയുക. ഇതൊക്കെയാണ് എർത്തിക്വേക്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എഫക്റ്റുകൾ.